ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. ഹരീഷ് റാവത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. ബൽറാം, വിശദാംശം. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഹരീഷ് റാവത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന ആശ്വാസ വാർത്തയും വരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ദൃശ്യങ്ങൾ കാണുന്നതാണ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ വാഹനമെന്ന് മനസ്സിലാക്കുന്നു. നേരിയ പ്രശ്നങ്ങൾ മാത്രമാണ് വാഹനത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഹരീഷ് റാവത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ചാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്. ഹരീഷ് റാവത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം, ഉന്മേഷ്, ഇന്നലെ വൈകിട്ടാണ് ഈ അപകടമുണ്ടായത്. ഹരീഷ് റാവത്ത് ഡൽഹിയിൽ നിന്നും ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു. അദ്ദേഹം അംബിക സോണിയുടെ ഭർത്താവ് ഉദയ് സോണിയുടെ നിര്യാണത്തെ തുടർന്ന് അവരെ സന്ദർശിക്കാനായി ഡൽഹിയിലെത്തിയ ശേഷം മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ വാഹനം ഈ മീററ്റിലെ MIT കോളേജിന് സമീപം വെച്ച് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് ഈ അപകടത്തിൽ. എന്നാൽ ഹരീഷ് റാവത്തിന് പരിക്കുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം തന്നെ ഈ അപകടത്തിന് തൊട്ട് പിന്നാലെ ഈ വാഹനത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് തനിക്ക് പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല എന്നും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും അറിയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പോലീസ് എത്തി സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്, പരിക്കുകളൊന്നുമില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. എന്തായാലും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിന്റെ വാഹനം ഡെറാഡൂണിൽ വെച്ച് അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിന് നേരിയ പരിക്കേറ്റിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് പരിക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ പൂർണ്ണമായും തൃപ്തികരമാണ്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.